നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും അവകാശവാദങ്ങൾ വെറും പാഴ്വാക്കുകളായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. 3 സീറ്റ് നേടി ചരിത്രം കുറിച്ചെന്ന് അഹങ്കരിക്കുമ്പോഴും വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഉണ്ടായത് കനത്ത തിരിച്ചടിയാണെന്ന് വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രകാരം മത്സരിച്ച 140 സ്ഥാനാർത്ഥികളിൽ 99 പേർക്കും കെട്ടിവെച്ച പണം പോലും തിരിച്ചു പിടിക്കാനായില്ല എന്നത് ബി.ജെ.പിയുടെ ഗതികേടാണ് കാണിക്കുന്നത്. താമര ചിഹ്നത്തിൽ മത്സരിച്ച 98 പേരിൽ 59 പേരും കെട്ടിവെച്ച പണം നഷ്ടപ്പെടുത്തി നാണം കെട്ടു. കേരളം പിടിച്ചെടുക്കുമെന്ന് ഘോരഘോരം പ്രസംഗിച്ചവരുടെ അവസ്ഥയാണ് ഇത് എന്നത് പരിഹാസ്യമാണ്. ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിന്റെ കാര്യം ഇതിലും കഷ്ടമാണ്. മത്സരിച്ച് 22 സീറ്റിലും കെട്ടിവെച്ച പണം നഷ്ടമായെന്ന് മാത്രമല്ല, വെറും 1.35% വോട്ട് കൊണ്ടവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വെറും 1.11 ലക്ഷം വോട്ടുകളുടെ വർധനവ് മാത്രമാണ് ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. വൻ മുന്നേറ്റം പ്രതീക്ഷിച്ച് എൻ.ഡി.എ പാളയത്തിലെത്തിയ 2020ക്കും കാര്യമായി ഗുണമൊന്നും ലഭിച്ചില്ല. 19 സീറ്റിൽ മത്സരിച്ചവരിൽ 17 പേർക്കും കെട്ടിവെച്ച പണം പോയി. ദേശീയ പാർട്ടികളായ ആം ആദ്മി പാർട്ടിയും ബി.എസ്.പിയും മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും കെട്ടിവെച്ച പണം നഷ്ടപ്പെടുത്തിയപ്പോൾ CPM-ലെ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് ഈ ദുർഗതി ഉണ്ടായത് എന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വെളിവാക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത 26 പാർട്ടികളിൽ കോൺഗ്രസ്, INL തുടങ്ങിയവ പണം തിരികെ പിടിച്ചപ്പോൾ SDPI-യും SUCI-യും ഉൾപ്പെടെയുള്ളവർക്ക് പൂർണ്ണമായും തിരിച്ചടിയേറ്റു. 281 സ്വതന്ത്രരിൽ 259 പേർക്കും കെട്ടിവെച്ച പണം നഷ്ടമായി. വോട്ട് വിഹിതത്തിൽ കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയാതെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത ഈ പരാജയം ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ച വെറും ബഹളം മാത്രമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ നാണം കെട്ട പരാജയത്തെ ഒന്ന് വിശകലനം ചെയ്താൽ ബി.ജെ.പിയുടെ കേരളത്തിലെ അക്കൗണ്ട് പൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് ആർക്കും മനസ്സിലാകും. കോടികൾ ഒഴുക്കി ദേശീയ നേതാക്കളെ ഇറക്കി തറവാട് പിടിച്ചെടുക്കാൻ വന്നവർക്ക് ഒടുവിൽ കിട്ടിയത് വട്ടപൂജ്യത്തിന് സമാനമായ കണക്കുകളാണ്. കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയിക്കുമെന്ന് വീമ്പ് പറഞ്ഞവർക്ക് ഇപ്പോൾ സ്വന്തം ചിഹ്നം പോലും നോക്കിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കെട്ടിവെച്ച പണം പോലും കിട്ടാതെ ഓടേണ്ടി വന്ന 59 ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിലെ വോട്ടർമാർ നൽകിയത് വലിയ മറുപടിയാണ്. 2020 കൂട്ടുപിടിച്ച് അത്ഭുതങ്ങൾ കാട്ടാമെന്ന് കരുതിയ എൻ.ഡി.എക്ക് ഒടുവിൽ 2020 ഒരു ശാപമായി മാറി. കേരളം എന്നാൽ ഉത്തരേന്ത്യയല്ലെന്നും ഇവിടെ വർഗീയ വിഷം കലക്കി വോട്ട് പിടിക്കാമെന്ന് കരുതുന്നവർക്ക് ഇതൊരു തിരിച്ചറിവാകണം. വോട്ട് കുറഞ്ഞതും പണം പോയതും പോരാഞ്ഞ് സ്വന്തം അണികൾക്കിടയിൽ പോലും ബി.ജെ.പി ഒരു തമാശയായി മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ബി.ജെ.പിയുടെ അന്ത്യകൂദാശയ്ക്ക് തുടക്കമായി എന്ന് തന്നെ പറയാം.